കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ ചുവപ്പ് ചെമ്മീൻ അഥവാ കടൽ ചെമ്മീൻ അതാണ് ഇത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനാണ് പരിപാടി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിട്ട് നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് തിരുമ്പിയിട്ട് മസാല പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായി ഫ്രൈ ചെയ്തിട്ട് ഇതേ കളറാകുമ്പോൾ കോരി മാറ്റാം. അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അതേ പാനിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നാൽ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്ത് മൂത്ത് വരുമ്പോൾ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില, പുതിനയില ഇതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങ് കിടക്കട്ടെ. ആ ചെമ്മീൻ്റെ നീരൊക്കെ അങ്ങ് ഇറങ്ങി കിട്ടും. അപ്പോൾ ഞാൻ ബിരിയാണി റൈസ് ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 3 ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റൈസ് റെഡിയായതിന് ശേഷം ഞാനൊരു പകുതി റൈസ് അങ്ങോട്ട് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മസാല ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി എടുത്ത് വെച്ച റൈസും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നിരപ്പാക്കിയതിന് ശേഷം ഫ്രൈ ചെയ്ത് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലി, പുതിന അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത്തിരി ഗരം മസാലയിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് വീണ്ടും ചെമ്മീൻ്റെ മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ദമ്മ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒരു ഇടിക്കലെടുത്തിട്ട് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 20 മിനിറ്റൊക്കെ ദമ്മ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 25 മിനിറ്റൊക്കെ ദമ്മ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഉമ്മ കൂട്ടണുണ്ടായി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ 20 മിനിറ്റ് ആകുമ്പോഴേക്കും ദമ്മ് തുറന്നിട്ടുണ്ടായേ. അപ്പോൾ അടിപൊളി മണമായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ചെറിയ ചെമ്മീൻ ബിരിയാണി വെച്ചാലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. വലിയ ചെമ്മീനോട് അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ. എനിക്കിഷ്ടമാണ്. എൻ്റെ ഇച്ചാക്കും എൻ്റെ മോനൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ചെറിയ ചെമ്മീനോട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തോന്നുന്നത്. അപ്പോൾ തൈരും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂട്ടി പിടിച്ച് വായിലോട്ടിട്ട് അടിപൊളി തന്നെ, ഒന്നും പറയാനില്ല. സൂപ്പർ 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 അടിപൊളി ബിരിയാണി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇച്ചാൻ കൂടിയും കഴിക്കാൻ തുടങ്ങിയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.